തകതാരി തരങ്കാരോ തന്ദിനം കാരോ നെയ്താ തകതാരി തരങ്കാരോ തന്ദിനം കാരോ നെയ്താ ആനന്ദപുരം വാഴും നെടിലക്കാവിലെ നല്ലമ്മേ ആനന്ദപുരം വാഴും നെടിലക്കാവിലെ നല്ലമ്മേ തകതാരി തരങ്കാരോ തന്ദിനം കാരോ നെയ്താ തകതാരി തരങ്കാരോ തന്ദിനം കാരോ നെയ്താ. എന്താ എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ലടി, ഒരു സ്വപ്നം കണ്ടതാ. പോയി പോയി ഉറക്കത്തിൽ നിങ്ങൾ കരിങ്കാലി കെട്ടി കൽപ്പന പറയാൻ തുടങ്ങിയോ? ഏയ് അതല്ലടി, നമ്മുടെ മോനെ കരിങ്കാലി വേഷം കെട്ടി നിൽക്കണ കണ്ട ദേവി പ്രത്യക്ഷപ്പെട്ട് നിൽക്കണ വഴി തോന്നും. കരിങ്കാളി വേഷം നമ്മുടെ മോൻ നടന്നു തന്നെ. നിങ്ങൾക്കേ വേഷം കെട്ടി കെട്ടി ഭ്രാന്തായതാ. നിങ്ങളോ വേഷം കെട്ടുന്നത് അവന് ഇഷ്ടമില്ല, എന്നിട്ട് പിന്നെ അവൻ വേഷം കെട്ടണേ. എന്റെ മോനെ കുലദൈവങ്ങളുടെ താരാട്ട് പാട്ട് കേട്ട വളർന്നത്, മനസ്സിലായ? വളർന്നതൊക്കെ അങ്ങനെ തന്നെയാ. ആളറിയാത്ത പോലെ കരിയും തേച്ച് കുരുത്തോലെ കിരീടവും വെച്ച് നാലണക്ക് പ്രയോജനമില്ലാത്ത ഈ തുള്ളലുണ്ടല്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല. എടീ, ഈ പറയൻ്റെയും പുലയൻ്റെയും പാണൻ്റെയും ജന്മമുണ്ടല്ലോ, അത് കുലദൈവങ്ങളുടെ കാവുണർത്താൻ വേണ്ടിയാ. എന്നിട്ട് എന്ത് നേടി? പെണ്ണുങ്ങൾ കൊട്ട നെയ്തും മുറം നെയ്തും ആരാന്റെ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകിയ കുടുംബം പോരണേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ട പണിയാ. ഇത് കഴിഞ്ഞിട്ട് വേണം മുതലാളുടെ വീട്ടിൽ പണിക്ക് പോവാൻ. ഒരു കുലദൈവങ്ങളും ഒന്നും തരില്ല. വിശ്വാസം തൊട്ട് തീണ്ടില്ലാതെ നിന്റെ വയറ്റിലല്ലേ എന്റെ മക്കൾ വന്ന് പറഞ്ഞേ, പിന്നെ എങ്ങനെയാ ദൈവവിളി ഉണ്ടാവുക? ഒന്ന് വേഗം നടക്കുന്നു, നടക്കാറ് നടക്കില്ലേ, നമ്മൾ അടയ്ക്കുള്ളൂ. വിശന്നിരിക്കണ്ട, എന്തെങ്കിലും വാങ്ങി കഴിച്ചോളൂട്ടോ. വിശപ്പ് അവനാ എന്നെ തോൽപ്പിക്കുന്നത്. വാക്കേറിയ ദൈവം ഇരയും കൽപ്പിക്കും. എടിക്കാർത്തോ, നീ ഭണ്ഡാരത്തിലിടാനും വഴിപാടും ചെയ്യാനും കൊണ്ടുവന്ന പണല്ലത്. ദൈവത്തിന് എന്തിനാണ് പണം? നമ്മൾ പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിലിടുന്ന പണം മറ്റുള്ളവർക്ക് സുഖിക്കാനും കൊട്ടാരം കെട്ടാനും ഉള്ളതല്ലേ, അതിനല്ലേ അവർ ഉപയോഗിക്കണത്. അത് ശരിയാ, ദൈവത്തിന് കൊടുക്കുന്ന പണം മറ്റുള്ളവരല്ലേ കൊണ്ടുപോകണത്. വിശ്വാസമാകാം, അന്ധവിശ്വാസം അരുത്. നമ്മൾ ദൈവമായി കണ്ട ശാന്തിക്കാരൊക്കെ ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? അന്ധവിശ്വാസം നാടിനാപത്ത്. മനുഷ്യരും ദൈവവുമല്ലാത്തൊരു കൂട്ടർ, ദൈവത്തെ ദൈവമല്ലാതാക്കുന്നവർ. വിധി, കാരാഗ്രഹം, സ്വർണം ചെമ്പ്, സ്വർണം ചെമ്പ്. സത്യം പറയുന്നവൻ ഭ്രാന്തൻ, നേര് പറയുന്നവൻ ഭ്രാന്തൻ. വയറെരിയുന്നവന് വിശപ്പടക്കാനുള്ളതായിരിക്കണം വഴിപാട് പണം. വാ മുത്തശ്ശി, നമുക്ക് പോകാം. നാടിനുടയോ നാരടായി മണ്ണിനുടയോ നാരടാ, നാടിനുടയോ നാരടായി മണ്ണിനുടയോ നാരടാ, നാടിനുടയോ നാരടായി മണ്ണിനുടയോ നാരടാ. ഈ അയ്യപ്പനാശാന്റെ വീട് എവിടെയാ? അമ്പലത്തിൽ കാളിക്ക് കെട്ടണ ആ ആശാലേ? തെക്കോട്ട് നടന്നോളൂ, ചിലമ്പൊലിയും മഞ്ഞൾ ഗന്ധവും കേൾക്കാം. കരിന്തിരിവെട്ടം, അതാ അടയാളം. ഇയാൾക്ക് ഭ്രാന്താ, നമുക്ക് പോവാം. മനുഷ്യരെ ദൈവമാക്കാൻ ഒരു കൂട്ടർ, രക്ഷയില്ല, അവർക്കാർക്കും രക്ഷയില്ല. കരിന്തിരിവെട്ടം പൊന്നാളമാവും. മനുഷ്യരെ ദൈവമാക്കാൻ മനുഷ്യരല്ലാത്തവർ. പാണന്റെ, പറയന്റെ, പുലയന്റെ ചുടുചോര കൊണ്ട് കുരുതിക്കളമൊരുക്കാൻ
അവർ വരികയായി. കാവും കളവും ഉണർത്താൻ മരം കൊട്ട് പാട്ട് വേണം, കെട്ടിയാടാൻ കരിങ്കാളിപ്പട വേണം, രക്ഷാമന്ത്രമോദാൻ ജപിച്ച ചരടിനായി ഞങ്ങൾ വേണം. ആ ഇതാ തോന്നുന്നു. ആ ചോദിച്ചോക്കാം. ഈ അയ്യപ്പനാശന്റെ വീട് ഇതല്ലേ? അതെ, എവിടുന്നാ? ഞങ്ങള് ആലത്തൂരടുത്ത് ഏലൂരിന്നാ. ഏലൂര് ഒരു മുല്ലക്കൽ തറവാടുണ്ടല്ലോ. ആ അത് ഞങ്ങളുടെ തറവാടാ. അതെയോ? എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വേണ്ട, ഇവിടെ നിൽക്കാം, നല്ല തണലുള്ളതല്ലേ. പണ്ട് മുല്ലയ്ക്ക തറവാടിൽ നിന്ന് ക്ഷണിക്കാൻ വരുമ്പോൾ ഒരുപാട് ആളായിട്ടാണ് വരിക. ആളുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്നൊരു വിളി വന്ന കാരണം ആളിപ്പാണ്ട് തിരിച്ചു പോയതാണ്. തറവാട്ടിലെ പ്രതിഷ്ഠാദിനത്തിന് ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നു. കാരണവർക്ക് വയ്യാണ്ടായ പിന്നെ വിളിക്കാറില്ല. തറവാട്ടിലെ പ്രതിഷ്ഠാദിനം അടുത്ത മാസം 30-ാം തീയതിയാ. കാവിൽ കരിങ്കാളി കെട്ടിയാടാൻ ആശാനെ ക്ഷണിക്കാൻ വന്നതാണ് ഞങ്ങൾ. അല്ല, അവിടെ വേറെ കലാപരിപാടികൾ നടത്താറല്ലേ? ഞാൻ അങ്ങനെ കേട്ടിക്കണേ. അഷ്ടമംഗല്യ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് ആചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന കലകൾക്കൊപ്പം അനുഷ്ഠാന കലകൾ കൂടി വേണമെന്നാ. ഓ, ആഘോഷങ്ങളാവാം, അതിന് തടസ്സമില്ല. പക്ഷേ കുലദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷേ പൂജാമുറിയിലിരിക്കുന്ന വാളും ചിലമ്പെടുത്ത് ശിങ്കാരിമേളത്തിനൊപ്പം തുള്ളാൻ ഞങ്ങൾ വരില്ല. അമ്മ ദൈവങ്ങളെ മനസ്സും കൊണ്ടും മന്ത്രം കൊണ്ടും ശരീരത്തിലേക്ക് ആവാഹിച്ച് ദൈവികമായ ശക്തിയിൽ ഉറഞ്ഞു തുള്ളുന്നവരാണ് ഞങ്ങൾ. ഇന്ന് അതൊക്കെ കെട്ടുകാഴ്ചകൾക്കും ഘോഷയാത്രകൾക്കുള്ളത് മാത്രമായി മാറി. ആശാൻ പറഞ്ഞതൊക്കെ ശരി തന്നെ. കാലാഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കാൻ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അതിൻ്റെ ആചാരങ്ങൾ മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. കുലദൈവങ്ങൾ കുടുംബരക്ഷയ്ക്കുള്ളതല്ലേ. ഇക്കൊല്ലത്തെ ഞങ്ങളുടെ തറവാട്ടിലെ കാവ് നടത്താൻ ആശാൻ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ കുലദൈവങ്ങൾ പറയണത്. നിങ്ങളുടെ തറവാട്ടിൽ കാവ് നടത്തിയാൽ നിങ്ങൾക്ക് ഗുണം, ഞങ്ങൾക്ക് എന്ത് ഗുണം? ഞങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം, പണം വേണം. എന്താ ഇത്? അറിഞ്ഞു തരണ ദക്ഷിണയല്ലാണ്ട് ചോദിച്ചു വാങ്ങണ ശീലം ഈ കുടുംബത്തോടില്ല. ദേവി ക്ഷമിക്കുക. അതെ, അവൻ പറഞ്ഞതിലും കാര്യണ്ട്. പഴംപുരാണം പറഞ്ഞിരുന്നാലേ പട്ടിണി മാറില്ല. കരിങ്കാളി കെട്ടി കാവുനിർത്തി കുലദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ആശാന്റെ വീട്ടിലെ അടുപ്പ് പുകയണെങ്കിലേ ഈ ഉള്ളോള് കണ്ടവന്റെ വീട്ടിൽ പോയി വേല ചെയ്യണം. എന്റെ ദേവു, കാരണന്മാരായി കൈമാറി വന്ന ഈ അടിസ്ഥാന കലയ്ക്ക് വില വെച്ചേ. എന്റെ ദേവി, എന്തൊക്കെ കേക്കണം. വിരോധമില്ല ആശാനെ. അറിഞ്ഞു തന്നെങ്കിൽ ചോദിച്ചു വാങ്ങണം. ആശാൻ പറഞ്ഞോ, ഞങ്ങൾ തരാൻ തയ്യാറാ. മനസ്സറിഞ്ഞ് ഏട്ടൻ്റെ കയ്യിൽ ദക്ഷിണ കൊടുക്കൂ, ഞങ്ങൾ വരാം. നടക്കില്ല. അച്ഛന്റെ റേറ്റ് തീരുമാനിക്കുന്നത് മകനായ ഞാനാണ്. 5000 രൂപ. സമ്മതമാണെങ്കിൽ 2000 രൂപ അഡ്വാൻസ് വെച്ച് പോവാം. സമ്മതമാണെങ്കിൽ മാത്രം. ആ പൈസ എടുക്കുക. പോട്ടെ, ശരി എന്നാ. ശരി, ആയിക്കോട്ടെ. ആ വെച്ചെടുത്തിട്ടേ പൈസ ഇങ്ങത്താ. ഇതെന്റെ കമ്മീഷൻ പൈസയാ. കമ്മീഷനോ? നിങ്ങളുടെ കൂലി തുള്ളകം അവിടെ കിട്ടും. ഇത് ഞാൻ ചോദിച്ച് മേടിച്ചതാ. ബിജു, ആ പൈസ തിരിച്ചു കൊടുക്ക്. അത് നിന്റെ അച്ഛന്റെ വേർപ്പന്റെ വിലയാ. ആ പൈസ തിരിച്ചു കൊടുക്ക്. ഇത്ര നാൾ പറഞ്ഞു തുള്ളിയിട്ട് വേർത്തില്ല. ആ പൈസ തിരിച്ചു കൊടുത്തു പോടാ. ദേ നോക്കിയേ, പച്ചരിമിന് അച്ഛനോ ചെറിയച്ചനൊന്നില്ല. പഞ്ചമാംസത്തിൽ പച്ചരിമ കുത്തിറങ്ങി ചോരച്ചൊകച്ചൊകാന്ന് വരും. എന്നെ തന്നെ പിടിക്കാതെ നിൽക്കുക. ഇങ്ങോട്ട് മാറി നിക്കടാ. നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? എല്ലാരും കൂടി അതിനെ കൊഞ്ചിപ്പിച്ച് വളർത്തിട്ട്. എന്റെ ഷെയർ തന്നിട്ട് പോടാ, അല്ലെങ്കിൽ നീ വിവരം അറിയും. മതിയായി, ഇനി നമുക്ക് വീട്ടിൽ പോവാം. ബിജുമോനല്ലേടി? തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? എല്ലാവരും കൂടി കൊഞ്ചിപ്പിച്ച് വളർത്തിട്ട്. അത് നമ്മുടെ ബിജുമോനെ. മതി, നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഭക്ഷണം ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട്, സമയത്തിന് എടുത്ത് കഴിച്ചോളൂ. മമ്മി പിന്നെ ഗുളികയും ഒന്ന് വാ. പിന്നെ ഗുളികയും എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ കേട്ടോ.
ഞാൻ അമ്മയുടെ അടുത്ത് 2 ദിവസം നിന്നിട്ടേ വരുള്ളൂ. ദേവകി, എത്ര നേരമായി കാത്തിരിക്കുന്നു? എന്താ ഇത്ര നേരം വൈകിയത്? വാഷിംഗ് മെഷീനിൽ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്, അതൊക്കെ വേഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ചേച്ചി നോക്കിക്കോളും. വാ. ദേവകി, ഒരു ചായ ഇട്ട് തരുമോ? ചേച്ചി ചായ ഇട്ട് തന്നില്ലേ? ഓ, അവളുടെ ചായ ഒന്നും കുടിക്കണ്ടല്ലോ ദേവകി. ഇന്ന് ദേവകിയുടെ ചായ കുടിക്കാം. സാറേ, കട്ടൻ ചായ വെച്ച ശീലം, ഭാര്യ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. മകൻ രാത്രി വന്നാ വന്നു. മുതലാളി, ഗതികേട് കൊണ്ടാ ഞാൻ ഈ വീട്ടുപണിക്കൊക്കെ വരണേ. അതുകൊണ്ട് വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നൊരു മുതലാളിയായിട്ട് കണ്ട നിങ്ങളെപ്പോഴുള്ള സഹായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. സഹായിക്കണതാ? പണം എത്ര വേണേലും തരാം. ദേ, മുതലാളിത്തത്തിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ച് ഞാൻ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോയാൽ അറിയാലോ എന്നെ. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. പണിയെടുക്കട്ടെ. അയ്യോ എന്റെ ദൈവമേ, വേണ്ടേ. അയ്യോ, ആ ശരി. പോവാം. പോയിട്ട് വരാട്ടാ. ശരി കേട്ടാ. കുറുമ്പ് കാണിക്കാതിരിക്കണം കേട്ടാ. അച്ഛൻ പോയിട്ട് വരാട്ടാ. അച്ഛാ, വരുമ്പോ എനിക്ക് മിഠായി വാങ്ങിച്ചോണ്ട് വന്നോളൂ. നിനക്ക് കിട്ടി തന്നെ. അച്ഛൻ മനുഷ്യദൈവമാകുന്നു, മകനിവിടെ ലഹരിയുടെ ദൈവമാകുന്നു. പാട്ടാണ് ലഹരി, കളികളാണ് ലഹരി. പാട്ടും കളികളും ചേരുമ്പോൾ അതാണ് ലഹരി. സത്യം പറയുന്നവൻ ഭ്രാന്തൻ. വിൽക്കാതിരുന്നൂടെ, വാങ്ങാതിരുന്നൂടെ? അരുതരുതരുത്, ലഹരി അരുത്. മുഖത്തെഴുത്തും കരിങ്കാളി പടയൊരുക്കവും. ഇനി എന്ത്? ധാരികാവധം. വരുന്നുണ്ടവർ, വരണുണ്ടവർ. അടിയങ്ങൾക്കാശ്രയം നീ മാത്രമമ്മേ. ശ്രീനെടിലക്കാവിൽ വാഴുന്നൊരമ്മേ, അടിയങ്ങൾക്കാശ്രയം നീ മാത്രമമ്മേ. അതൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ.
അമ്മേ ദേവി ദൈവചിന്തകളോടുകൂടി കഴിയുന്നൊരു അച്ഛനാണ് സാറേ ഞാൻ. കരികാളി വേഷം കെട്ടിയ അടുത്ത അയ്യപ്പനാശാനാണ് സാറേ. ദൈവവേഷം കിട്ടിയാടുന്ന ആശാൻ സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ലല്ലേ? കുറച്ചു നാളായിട്ട് ഇവരുടെ പിന്നിലുണ്ട് ലഹരി മാഫിയുടെ ഈ ഒരു ഏജന്റാണ് ഇവര്. പിള്ളേരെ വഴിതെറ്റിക്കുന്ന ഇവന്മാരെ ഒന്നും വെറുതെ വിടരുത് സാർ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരെന്നെ വെറുതെ പിടിച്ചു വെച്ചിരിക്കാം. നീ മിണ്ടരുത്. നിന്നെ ലാളിച്ചു വളർത്തിന്റെ ദോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. സാറേ, എന്റെ മക്കളോട് പൊറുക്കണം. അവന് ദൂരം തെറ്റും ചെയ്യാതെ ഞങ്ങൾ നോക്കിക്കോളാം സാറേ. ഇനി ആവർത്തിക്കില്ല. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. അയ്യപ്പനാശാനി കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാം സാറേ. ഇപ്രാവശ്യം വരെ വെറുതെ വിട്ടൂടെ? ഈ പ്രാവശ്യം ഞാൻ ഇവരെ വെറുതെ വിടാം. ഇനി ഈ കോലത്തിലെങ്ങാനും ഇവരെങ്ങാനും കണ്ടാൽ ഇടിച്ചു നിന്റെയൊക്കെ കൂമ്പ് പാട്ടും. കേട്ടോടാ? കൊണ്ടുപോ. ഇനി ഏതെങ്കിലും കോളേജിന്റെ സ്കൂളിന്റെ പരിസരത്ത് നിങ്ങളെ കണ്ട മക്കളെ ശരീരം ഉടക്കിയേ. കേട്ടോടാ? നാളെ 10 മണിക്ക് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കൊണ്ടേക്കോ. മാറിക്കടാ സാറേ, ഞാനും കൊണ്ടുപോവാ. ബാക്കി നാളെ സ്റ്റേഷനിൽ ഒന്ന് പറയാം. എന്റെ മോനെ വഴിതിരിച്ചതേ തന്റെ മോളാ. സാറേ, വിധിയിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാലും അഭിമാനം വിറ്റ് ജീവിക്കാറില്ല. സാറിന്റെ മകനാണ് എന്റെ മകളെ വഴി തെറ്റിച്ചെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വാടാ, മാറി നിക്കടാ. ഒരുപാട് നന്ദിയുണ്ട് സാറേ. അച്ഛൻ്റെ മക്കൾക്ക് തൃപ്തിയായില്ലേ? തറവാട്ടു ദൈവങ്ങൾക്ക് എഴുതി വയ്ക്കാൻ സമയമാണ്.
എന്റെ സങ്കടം മറ്റേ ഇവർക്കാവില്ല. ആരാണ് നിങ്ങൾ? ഞാൻ ദേവകി, നിന്റെ ഏട്ടത്തി. നിങ്ങളുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ആരാ? എന്റെ ദേഹത്ത് ഞാൻ മാത്രം. ഇവരിൽ ആരാ നിന്റെ ദൈവം? ഇവരിൽ ആരുമല്ല എന്റെ ദൈവം. പിന്നെ ആരാ? എന്റെ ദൈവം ദാമോദര മുതലാളി. കാവും കളവുമാണ് നമ്മുടെ സങ്കല്പങ്ങൾ. കാരണന്മാരായി കൈമാറി വന്ന കൽദൈവങ്ങളാണ് നമ്മുടെ മൂർത്തികൾ. ഇവരാണ് നമ്മുടെ രക്ഷകർ. രക്ഷകർ ഇവരോ? എനിക്ക് ഭക്ഷണം തരുന്നത് ദാമോദര മുതലാളി, എന്റെ മക്കൾക്ക് വസ്ത്രം തരുന്നത് ദാമോദര മുതലാളി. പിന്നെ ഞാൻ ദാമോദര മുതലാളിയല്ലേ ദൈവമായി കാണേണ്ടത്? അല്ല, ഇവരാണ് നിങ്ങളുടെ ദൈവങ്ങൾ. ഇവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത്. നമ്മുടെ ജന്മം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവർക്കോ? നൽകിയിട്ടുണ്ട് ഒരുപാട്. അറിവും വിവരവുമില്ലാത്ത കാലത്ത്, അന്ധവിശ്വാസങ്ങൾ കണ്ണിൽ ഇരുളായിരുന്ന ആ കാലത്ത്. കാരണന്മാരായി വെച്ച് ആരാധിച്ചു പോലും ഇവരെ നിന്ദിച്ചുകൊണ്ട് ഇവിടെ ആരും രക്ഷപ്പെടില്ല. കണ്ണും കാതും വായും കയ്യുമില്ലാത്ത ഇവരെങ്ങനെ മനുഷ്യരെ രക്ഷിക്കും? എന്റെ മുത്തപ്പ, ഇവരോട് ക്ഷമിക്കണേ. മനുഷ്യരല്ലേ ഇവരുടെ രക്ഷകർ? കടം വാങ്ങിയും പലിശക്കെടുത്തും ഇവർക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നു. പാലും തേനും കള്ളും തവിടും നൽകുന്നതൊക്കെ നിങ്ങളല്ലേ? എന്നിട്ടെന്തേ നമുക്ക് മാത്രം ഇങ്ങനെ? ദൈവമായി മാറി മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും പ്രവചിക്കുമ്പോൾ, അതിന് പരിഹാരം പറയുമ്പോൾ, സ്വന്തം കുടുംബത്ത് കഞ്ഞിക്ക് വകയില്ലെന്ന കാര്യം എന്തേ ദൈവങ്ങൾ കാണാതെ പോകുന്നു? എണീറ്റ്. മോനെ, വിശ്വാസങ്ങൾ അവസാനിക്കുന്നില്ല. അത് പുതുതലമുറകളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കും.